മംഗലാംകുന്ന് കർണൻ കേരളത്തിലെ ഉയരക്കേമന്മാരെയെല്ലാം തൻ്റെ നിലവ് കൊണ്ട് പിന്നിലാക്കിയവൻ. 1989 ബീഹാറിലെ ചാപ്രയിൽ നിന്നും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിന് വേണ്ടി മനിശ്ശേരി ഹരിയാണ് കർണനെ നാട്ടിലെത്തിക്കുന്നത്. അന്നിവന് 25 വയസ്സാണ് പ്രായം. പറവൂരിനടുത്തുള്ള ചക്കുമരശ്ശേരി തലപ്പൊക്ക മത്സരത്തിന് ആദ്യമായി എത്തുമ്പോൾ അവൻ നാണു എഴുത്തച്ഛൻ കർണനായിരുന്നു. പിന്നീട് ഒറ്റപ്പാലം മനിശ്ശേരി ഹരി കർണനെ സ്വന്തമാക്കി. അങ്ങനെ അവൻ മനിശ്ശേരി കർണനായി. 10 വർഷത്തോളം കർണൻ മനിശ്ശേരി ഹരിയുടെ കയ്യിലായിരുന്നു. 2000 മംഗലാംകുന്ന് ബ്രദേഴ്സ് അവനെ വാങ്ങുകയും മംഗലാംകുന്ന് കർണനായി മാറുകയും ചെയ്തു. കുറച്ച് കാലത്തിന് ശേഷം മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു ആനയായി മാറി കർണൻ. അതുവരെ അഴകും അളവും മാത്രമുള്ള ആനകളെ സ്നേഹിച്ചിരുന്നവരെയെല്ലാം നിലവ് എന്ന കഴിവുകൊണ്ട് അവൻ ആകർഷിക്കാൻ തുടങ്ങി. ചെല്ലുന്നിടത്തെല്ലാം ആരാധക ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവന് സാധിച്ചു. അങ്ങനെ അവൻ നിലവിൻ്റെ തമ്പുരാനായി മാറി. പാറശ്ശേരി ചാമി ആശാന്റെ പരിശീലനം ലഭിച്ച കർണന് പിന്നീട് ഉയർച്ചയുടെ നാളുകളായിരുന്നു. തലപ്പൊക്ക മത്സരങ്ങളിൽ പലയിടത്തും കർണൻ വിജയിച്ചിട്ടുണ്ട്. ചക്കുമരശ്ശേരി ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി 9 തവണയാണ് കർണൻ വിജയിച്ചിട്ടുള്ളത്. പിന്നീട് ഇത്തിത്താനം ഗജമേളയിലും കർണൻ വിജയിച്ചിട്ടുണ്ട്. എഴുന്നള്ളിപ്പിൽ നിരന്നു നിൽക്കുന്ന ഒരുപാട് ആനകൾക്കിടയിൽ തൻ്റെ നിലവ് കൊണ്ട് വ്യത്യസ്തനാകുമായിരുന്നു കർണൻ. തിടമ്പ് താഴെ ഇറക്കുന്നത് വരെ അവൻ്റെ തല ഉയർന്നു തന്നെയിരിക്കും. മതപ്പാട് കാലത്ത് പോലും തികഞ്ഞ ശാന്ത സ്വഭാവിയായിരുന്നു കർണൻ. ഇതുവരെ ആരെയും ഉപദ്രവിച്ചതായി കേട്ടിട്ടില്ല. അന്യ സംസ്ഥാനത്തു നിന്ന് എത്തിയതാണെങ്കിലും നാടൻ ആനയുടെ എല്ലാ ലക്ഷണങ്ങളും കർണനുണ്ട്. 18 വെളുത്ത നഖങ്ങൾ, ഉയർന്നു വിരിഞ്ഞ തലക്കുനി, നീണ്ട തുമ്പിക്കൈ, നല്ല ഇടനീളം, ഉറച്ച നടയമരങ്ങൾ, നീണ്ട വാൽ, ഇതൊക്കെയാണ് കർണന്റെ പ്രത്യേകത. വൃത്തിയുള്ള വെള്ളം മാത്രമേ അവൻ കുടിക്കൂ. വാടിയതോ വൃത്തിയില്ലാത്തതോ ആയ ഭക്ഷണം അവൻ കഴിക്കില്ല. ചട്ടക്കാരുമായി പെട്ടെന്ന് അടുപ്പത്തിലാകുമായിരുന്നു അവൻ. തീരെ വണ്ണം കുറഞ്ഞ ചങ്ങലയായിരുന്നു കർണൻ്റേത്. കെട്ടിയഴിക്കുമ്പോൾ പോലും വലിയ ശിക്ഷണ നടപടികളൊന്നും ആവശ്യമില്ല. തോട്ടി കണ്ടാൽ പോലും പേടിയായിരുന്നു അവന്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും അവന് വരാറില്ല. എല്ലാ വർഷവും സുഖചികിത്സയും ഉണ്ടാകും. ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആനയാണ് കർണൻ. പോരാട്ട വീര്യം കൈമുതലാക്കിയ കർണന് മുന്നിൽ മറ്റുള്ളവരെല്ലാം മുട്ടുമടക്കുന്നു. ഉയരക്കേമന്മാരെ തൻ്റെ നിലവ് എന്ന കഴിവ് കൊണ്ട് തോൽപ്പിച്ച സൂര്യപുത്രൻ കർണന് 1000 പ്രണാമം.